ഓക്കെ, നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫൈനൽ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് അബൌട്ട് എൻസൈംസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രോട്ടീൻ്റെ ഒരു ബയോളജിക്കൽ റോളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു എൻസൈംസ് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഒരു എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എൻസൈം എന്ന് വിളിക്കുക. എന്താ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ കാറ്റലിസ്റ്റ്? ഇറ്റ്സ് എ കെമിക്കൽ വിച്ച് ആൾട്ടർ ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അല്ലേ? ഒരു റിയാക്ഷൻ്റെ റേറ്റ് ആൾട്ടർ ചെയ്യാൻ, സ്പീഡ് കൂട്ടാൻ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? കാറ്റലിസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന വാക്കിനർത്ഥം എന്താണ്? ദേ ആർ സിന്തസൈസ്ഡ് ഇൻ ദി ബോഡി ഓഫ് എൻ ഓർഗാനിസം, അല്ലേ? നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ബയോളജിക്കൽ റിയാക്ഷൻ, ബോഡിയിൽ നടക്കുന്ന ബയോമോളിക്യൂൾസിൻ്റെ കെമിക്കൽ റിയാക്ഷനെ ആൾട്ടർ ചെയ്യാൻ, അതിൻ്റെ റേറ്റ് എൻഹാൻസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആളുകളാണ് ആര് എൻസൈംസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? എന്താ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പ്രോഡക്റ്റ് പെർ ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ യു ക്യാൻ സേ ആർ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആർ ഈക്വൽ ടു ഡെൽറ്റ പി നമ്പർ ഓഫ് പ്രോഡക്റ്റിലെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു റേറ്റ് ഓഫ് റിയാക്ഷനെ ആൾട്ടർ ചെയ്യാൻ എബിലിറ്റി ഉള്ള മോളിക്യൂൾസ് ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഓക്കെ, നോക്കി, അപ്പോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അല്ലേ? ഒരു കെമിക്കൽ കോമ്പൗണ്ടിന്, നമ്മളൊരു കെമിക്കൽ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ കെമിക്കൽ കോമ്പൗണ്ടിന് ഇറ്റ് ക്യാൻ ഗോ ഫോർ 2 types ഓഫ് ചേഞ്ചസ്. 2 ടൈപ്പ് ചേഞ്ചുകളാണ് ഒരു കെമിക്കൽ കോമ്പൗണ്ട് പ്രധാനമായിട്ടും ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് സംഭവിക്കുന്നത്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച്. ഒന്നാമത്തത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇപ്പോൾ ഒരു കെമിക്കൽ കോമ്പൗണ്ട് 2 ടൈപ്പ് ചേഞ്ചുകൾ സംഭവിക്കും. ഒന്ന് ഫിസിക്കൽ ചേഞ്ചും രണ്ടാമത്തത് കെമിക്കൽ ചേഞ്ച്. നമ്മളിവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ആൾട്ടർ ചെയ്യാൻ, അതിൻ്റെ റേറ്റ് ആൾട്ടർ ചെയ്യാൻ എബിലിറ്റി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് 2 ടൈപ്പ് ചേഞ്ചാണ് പൊതുവേ സംഭവിക്കാറുള്ളത്. ഒന്ന് ഫിസിക്കൽ ചേഞ്ചും ഒന്ന് കെമിക്കൽ ചേഞ്ചും. എന്താ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ്, ഓർ ഇറ്റ് ഈസ് എ ചേഞ്ച് വിത്തൗട്ട് ബ്രേക്കിംഗ് ബോണ്ട്. ബോണ്ടുകളൊന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ ഒരു കോമ്പൗണ്ടിൽ സംഭവിക്കുന്ന ചേഞ്ച്, അല്ലെങ്കിൽ നമുക്കതിന് ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലേ? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ത് സംഭവിക്കുന്നില്ല? വിത്തൗട്ട് ബ്രേക്കിംഗ് ദി കെമിക്കൽ ബോണ്ട്. ഇപ്പോൾ കെമിക്കൽ ബോണ്ടുകളൊന്നും പൊട്ടിക്കാതെ തന്നെ സംഭവിക്കുന്ന ചേഞ്ചുകളാണ് ഇത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എനിക്ക് ഗിവ് ആൻ എക്സാമ്പിൾ. വാട്ടർ ഈസ് ഇവാപ്പറേറ്റഡ്. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുക, വാട്ടറിൻ്റെ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് ഐസ് വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യുക, ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ്, അല്ലേ? അപ്പം നോക്കിയേ, ഇത്തരത്തിൽ പർട്ടിക്കുലർ കെമിക്കൽ ബോണ്ടുകളൊന്നും ബ്രേക്ക് ചെയ്യാതെ ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക. അത്തരം ചേഞ്ചുകൾ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുക. ഓക്കെ, എന്നാൽ എന്താ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ബൈ ബ്രേക്കിംഗ് ബോണ്ട്, അല്ലേ? കെമിക്കൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുക, അതിനെയാണ് നമ്മൾ എന്താ പറയുക? കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ കെമിക്കൽ റിയാക്ഷൻ എന്ന് വേണമെങ്കിലും പറയാം. എന്തും പറയാം, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം, അല്ലേ? അപ്പോൾ നോക്കി, 2 ടൈപ്പ് ചേഞ്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്.
കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും അല്ലേ. പിന്നെ നമ്മൾ കെമിക്കൽ ചേഞ്ചാണ് നമ്മളിവിടെ അല്ലേ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള എൻസൈമുകൾ കെമിക്കൽ റിയാക്ഷനെയാണ് ആൾട്ടർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ. ഇനി കെമിക്കൽ റിയാക്ഷൻ തന്നെ 2 ടൈപ്പായിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തത് ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. അതിൽ ഒന്നാമത്തത് ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ. എന്താ ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ? ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ. രണ്ടാമത്തത് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷനുമാണ്. ഓക്കെ, എന്താ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ? ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് ആയിരിക്കും ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. എന്നാൽ ഓർഗാനിക് മോളിക്യൂൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചിന് നമ്മൾ എന്ത് പറയും? ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഇനോർഗാനിക് റിയാക്ഷൻ, ഒരുപാട് ഇനോർഗാനിക് റിയാക്ഷനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ നോക്കാം നമുക്ക്. BaOH ട്വൈസ്. ഇതാരാ? ബേരിയം ഹൈഡ്രോക്സൈഡ് ആണ്. ബേരിയം ഹൈഡ്രോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ. ഇറ്റ് വിൽ ഫോം ബേരിയം സൾഫേറ്റ് BaSO4 പ്ലസ് H2 വാട്ടർ അല്ലേ. ഓക്കെ, നോക്കി. അപ്പോൾ ബേരിയം ഹൈഡ്രോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടും ഇനോർഗാനിക് കോമ്പൗണ്ടുകളാണ്, ബേരിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും. അപ്പോൾ ഈ ബേരിയം ഹൈഡ്രോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ബേരിയം സൾഫേറ്റും കൂടെ വാട്ടർ മോളിക്യൂളും ഫോം ചെയ്യുന്നു. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ. ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്താ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ it is the reaction of organic molecules. It is the reaction of organic molecules അല്ലേ, organic chemical reaction. Reaction of organic molecules. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ഓർഗാനിക് മോളിക്യൂൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്, ബയോമോളിക്യൂൾസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ, കാർബൺ കോമ്പൗണ്ടുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റാർച്ച് ഒരു ബയോമോളിക്യൂൾ ആണല്ലോ. Starch is hydrolyzed into glucose. Starch is a homopolymer made up of glucose എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർച്ചിനെ നമ്മൾ ഹൈഡ്രോലിസിസ് നടത്തി കഴിഞ്ഞാൽ, സ്റ്റാർച്ചിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ we will get glucose. ഇത് ഒരു ഓർഗാനിക് റിയാക്ഷൻ അല്ലേ, ഇത് ഒരു ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ അല്ലേ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇത്തരത്തിലുള്ള ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഈ റിയാക്ഷൻസിൻ്റെ ഒക്കെ സ്പീഡിനെ ആൾട്ടർ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? എൻസൈംസിനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എൻസൈമിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് അതെങ്ങനെയാണ് റിയാക്ഷനെ ആൾട്ടർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ എൻസൈമുകളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എൻസൈമിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്ന സമയത്ത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് എൻസൈമിൻ്റെ പരിപാടി. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻറ്റുകളെ, ബയോളജിക്കലി റിയാക്റ്റൻറ്റുകളെ, എൻസൈം ആക്ഷൻ്റെ റിയാക്റ്റൻറ്റുകളെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സബ്സ്ട്രേറ്റ്. അപ്പോൾ സബ്സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻ്റ് ആണ്. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുക. ഒരു കെമിക്കൽ റിയാക്ഷനിൽ, ഒരു എൻസൈം ആക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ട്രേറ്റുകൾ പ്രവർത്തിച്ചിട്ട് വേണം ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ അല്ലേ. അപ്പോൾ സബ്സ്ട്രേറ്റുകൾ കെമിക്കലി റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അതാണ് കെമിക്കൽ റിയാക്ഷൻ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന ആളാണ് എൻസൈം എന്ന് പറയുന്നത്. അതിന് എൻസൈം എന്ത് ചെയ്യണം എന്നറിയുമോ? ഒരു എൻസൈം ഉണ്ടെങ്കിൽ ആ എൻസൈം ഈ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത്. സോ എൻസൈം വിൽ ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ്. ആ ഒരു പോയിന്റ് നമുക്ക് ഓർമ്മ വേണം. ഇനി ഇവിടേക്ക് ശ്രദ്ധിക്കാം. ഓൾ എൻസൈംസ് ആർ സ്പെസിഫിക്. ഇതാണ് എൻസൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സ്പെസിഫിസിറ്റി ഓഫ് എൻസൈംസ് ആണ്. ഓൾ എൻസൈംസ് ആർ സ്പെസിഫിക്. എന്താ വാട്ട് യു മീൻ ബൈ സ്പെസിഫിക്? നമ്മൾ എല്ലാ എൻസൈമുകളും സ്പെസിഫിക് ആണ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി എൻസൈംസ് ആർ സ്പെസിഫിക്. പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എക്സെപ്റ്റ് റൈബോസൈം. റൈബോസൈമുകളല്ലാത്ത എല്ലാ എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സംടൈംസ് ന്യൂക്ലിക് ആസിഡ് ലൈക്ക് RNA ന്യൂക്ലിക് ആസിഡാണ്, പ്രോട്ടീൻ അല്ല, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ. അപ്പോൾ RNA ചില സമയത്ത് ട്രാൻസ്ക്രിപ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് RNA എന്തായിട്ട് ആക്ട് ചെയ്യും? എൻസൈമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ റൈബോസൈം എന്ന് പറയാം. അത് പ്രോട്ടീൻ അല്ല, ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ ഈ റൈബോസൈംസ് അല്ലാത്ത എല്ലാ എൻസൈംസും എന്താണ്? പ്രോട്ടീൻസ് ആണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എക്സെപ്റ്റ് റൈബോസൈം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിസിറ്റിയാണ്, എൻസൈമിൻ്റെ സ്പെസിഫിസിറ്റിയാണ്. ഓൾ എൻസൈംസ് ആർ സ്പെസിഫിക് എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു, എല്ലാ എൻസൈം ആക്ഷനും നടക്കണമെന്നുണ്ടെങ്കിൽ എൻസൈംസ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യണം? സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യണം. എൻസൈം ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആണ് എന്നതിൻ്റെ അർത്ഥം എവ്രി എൻസൈംസ് ക്യാൻ ഓൺലി ബൈൻഡ് വിത്ത് എ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റ്. ഒരു പ്രത്യേക സബ്സ്ട്രേറ്റുമായിട്ട് മാത്രമേ എൻസൈമുകൾക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു എൻസൈം ഒരു തരത്തിലുള്ള സബ്സ്ട്രേറ്റുമായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്യുള്ളൂ. അതാണ് സ്പെസിഫിക് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ആ സ്പെസിഫിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ബൈ ദി സ്പെസിഫിക് ഷേപ്പ് ഓഫ് ആക്റ്റീവ് സൈറ്റ്. എൻസൈമിൻ്റെ സർഫസിൽ കാണുന്ന ആക്റ്റീവ് സൈറ്റുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പാണ് ഈ ഒരു സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്ക് കാരണം. അതായത് ഏതൊരു എൻസൈം ആണെങ്കിലും നോക്കി, ആ എൻസൈമിൻ്റെ അതിൻ്റെ ഈ മെംബ്രെയിൻ്റെ സർഫസിൽ, എൻസൈമിൻ്റെ ആ പ്രോട്ടീൻ്റെ സർഫസിൽ അതിന് ഒരു പ്രത്യേക കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പോക്കറ്റ് ഉണ്ടായിരിക്കും. ആ കെമിക്കലി ആക്റ്റീവ് പോക്കറ്റ്സിനാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആക്റ്റീവ് സൈറ്റ്സ് ആർ കെമിക്കലി ആക്റ്റീവ് പോക്കറ്റ്സ് ഫൗണ്ട് ഓൺ ദി സർഫസ് ഓഫ് എൻസൈം. ഇതിപ്പോൾ ഒരു എൻസൈം ആണെങ്കിൽ ഇതാണ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്. ഇതാണ് ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം എന്ന് പറയുന്നത്, ആക്റ്റീവ് സൈറ്റ്. ഇനി മറ്റൊരു എൻസൈം ഇതൊക്കെ, ഇത് മറ്റൊരു എൻസൈമാണ്. ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് ആണിത്. അപ്പോൾ ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് എന്താണോ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള, അതിന് യോജിച്ച, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പോട് കൂടിയിട്ടുള്ള സബ്സ്ട്രേറ്റിനെ മാത്രമേ ഈ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നോക്കിയേ, ഈ എൻസൈമിലേക്ക് ബൈൻഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പ് ഇതായിരിക്കണം. ഈ സബ്സ്ട്രേറ്റിന് മാത്രമേ ഈ എൻസൈമുമായിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് ഇതായതുകൊണ്ട് ഇതിലേക്ക് വരുന്ന സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ആയിരിക്കണം. ഇയാൾക്ക് മാത്രമേ ഈ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു എൻസൈമിൻ്റെ സ്പെസിഫിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ആക്റ്റീവ് സൈറ്റ് ആണ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന് മാത്രമേ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കി, എന്താണ് ആക്റ്റീവ് സൈറ്റ് പറഞ്ഞാൽ? ദീസ് ആർ കെമിക്കലി ആക്റ്റീവ് പോക്കറ്റ് ഓർ കെമിക്കലി ആക്റ്റീവ് ക്രിവൈസസ് ഓർ സർവീസസ് ഓൺ ദി സർഫസ് ഓഫ് എൻസൈം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫിക് ആണ് എന്ന് പറയാൻ കാരണം. ഓൾ എൻസൈംസ് ആർ സ്പെസിഫിക്. അപ്പോൾ എൻസൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സ്പെസിഫിസിറ്റി ഓഫ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം, ദി എൻസൈം ആക്ഷൻ. എൻസൈംസ് ആർ കാപ്പബിൾ ഫോർ ആൾട്ടർ ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് എൻസൈംസിൻ്റെ പണി. അത് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല അല്ലേ. ആൻഡ് ദി എൻസൈം ആക്ഷൻ ഈസ് മാക്സിമം അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് pH. ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് pH കിട്ടിക്കഴിഞ്ഞാൽ എൻസൈംസ് മാക്സിമം ആക്റ്റീവ് ആവും. ഓക്കെ, എന്നാൽ ചില എൻസൈമുകളുണ്ട്. ഇപ്പോൾ ചില ഓർഗാനിസം തെർമോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസം, വാട്ട് യു മീൻ ബൈ തെർമോഫിലിക് ഓർഗാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തെർമോ അസിഡോഫൈൽസ് പഠിച്ചില്ലേ? വളരെ ഹോട്ട് വെൻറ്റ് അല്ലേ, ഹോട്ട് വെൻസിലും അതേപോലെ തന്നെ ഹോട്ട് വെൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ സൾഫർ സ്പ്രിങ്ങിലൊക്കെ ജീവിക്കുന്ന ജീവികളുണ്ട് അല്ലേ. ആ അത്തരത്തിലുള്ള ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ജീവികളിൽ അവരുടെ ബോഡിയിലുള്ള എൻസൈംസ് ഹൈ ടെമ്പറേച്ചർ വരെ ടോളറേറ്റ് ചെയ്യും. സാധാരണ ടെമ്പറേച്ചറൊക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അങ്ങ് കഴിഞ്ഞാൽ ആ എൻസൈംസ് ഒക്കെ ഡീനാച്ചർ ചെയ്യും. പ്രോട്ടീൻ ആണല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? ഡീനാച്ചർ ചെയ്തു, കേടായി പോകും, നശിച്ചു.
പക്ഷേ ഇത്തരത്തിലുള്ള തെർമോഫിലിക് ഓർഗാനിസം തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ തെർമോഫിലിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ ലവിങ് ഓർഗാനിസം ആണ് അല്ലേ. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഹോട്ട് വെൻസിലും സൾഫർ സ്പ്രിങ്ങിലൊക്കെ ജീവിക്കുന്ന ജീവികളിൽ their enzyme will sustain or retain active in high temperature 80 degree to 90 degree Celsius വരെയൊക്കെ അവരെന്ത് ചെയ്യും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എൻസൈംസ് ആർ വെരി എഫിഷ്യൻറ്റ് ഫോർ ആൾട്ടർ ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻസൈംസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഇനി ഞാൻ ഇതിൻ്റെ എഫിഷ്യൻസി, ഒരു എൻസൈമിൻ്റെ എഫിഷ്യൻസി എത്രമാത്രമുണ്ട് എന്നത് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു റിയാക്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ലിസൺ. എത്രമാത്രം എഫിഷ്യൻ്റ്, നമ്മളൊക്കെ വിചാരിക്കും പോലെ വളരെ ചെറിയ തോതിലൊന്നുമല്ല എൻസൈമുകൾ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ പോകുന്നത്. ഓക്കെ, എത്രത്തോളം ടൈംസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ. ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ഓക്കെ, an enzyme that catalyze the reaction of removal of carbon dioxide from our body. നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലേ. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ. ആ സെല്ലുലാർ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ATP, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റാണ് വളരെ ഹാംഫുൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ബോഡിയിൽ കുറേ സമയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ. നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തേ പറ്റൂ. So how this carbon dioxide is removed? Answer is by dissolving in the water. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മെജോറിറ്റി നമ്മൾ പുറത്തേക്ക് കളയുന്നത് by dissolving in water. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ്. And it is eliminated in form of carbonic acid. കാർബോണിക് ആസിഡ് ആക്കി മാറ്റി പിന്നെ ബൈകാർബണേറ്റ്സിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് കളയാണ് ചെയ്യുക. എന്താ കാർബോണിക് ആസിഡ് H2CO3 അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന റിയാക്ഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് ഡിസോൾവിങ് ഇൻ ദി വാട്ടർ ആൻഡ് ഫോമിങ് കാർബോണിക് ആസിഡ് അല്ലേ, H2CO3. ഓക്കെ, ബൈകാർബണേറ്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു റിയാക്ഷൻ നോർമലായിട്ട് ഒരു എൻസൈം ഒന്നും ഇല്ലാതെ ഈ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുകയാണെങ്കിൽ വിത്തൗട്ട് ദി എൻസൈം ഓൺലി 200 molecule of H2CO3 is produced per hour. അപ്പം നോക്കി, ഈ ഒരു റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഈ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ എൻസൈമിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ ഓൺലി 200 molecule of H2CO3 ഈസ് പ്രൊഡ്യൂസ്ഡ് പെർ ഹവർ. ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്ന H2CO3ൻ്റെ എണ്ണം എന്ന് പറയുന്നത് 200 molecule ആണ്. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ് കാർബോണിക് ആൻഹൈഡ്രേസ്. ആരാണ്? കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ കാറ്റലൈസ് ചെയ്യുന്നത്. കാർബോണിക് ആൻഹൈഡ്രേസ് ആണ്. ഇൻ ദി പ്രസൻസ് ഓഫ് കാർബോണിക് ആൻഹൈഡ്രേസ്, in the absence of carbonic anhydrase, you see that only 200 molecule of H2CO3 is produced per hour. But in presence of carbonic anhydrase, how much H2CO3 is produced? Not 600, not 6,000, not 60,000, it's 6 lakh. 6 lakh of H2CO3 is produced not per hour, not per minute, per second. Okay, ഇത് നോക്കിയേ, ഒരു കാർബൺ ആൻഹൈഡ്രേസ് ഇല്ലാത്ത സമയത്ത് ആകെ 200 molecule of H2CO3 ആണ് ഉണ്ടായതെങ്കിൽ ഈ ഒരു എൻസൈമിൻ്റെ പ്രസൻസിൽ ഈ റിയാക്ഷൻ്റെ റേറ്റ് എത്രയായിട്ട് മാറി? 6 lakh molecule of H2CO3 is produced per second. ഹവറിലല്ല, സെക്കൻഡിൽ. 200 അല്ല, 6 ലക്ഷം. That means ഇവിടെ reaction rate is increased up to 10 million times.
എത്ര ഇരട്ടിയായിട്ട് മാറിയത്? 10 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലേ, 10 ലാഖാണ്. അപ്പോൾ 10 മില്യൺ ഇരട്ടി വേഗത്തിലേക്ക് ഈ റിയാക്ഷനെ എന്ത് ചെയ്തു? കാറ്റലൈസ് ചെയ്തു. ദാറ്റ് മച്ച് എഫിഷ്യൻറ്റ് ദി ആക്ടിവിറ്റി ഓഫ് എൻസൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. ഒരു റിയാക്ഷൻ റേറ്റ് കൂട്ടിയിട്ടുള്ളത് 10 മില്യൺ ടൈംസ് ആണ്. 10 മില്യൺ ടൈംസ് ആണ് റിയാക്ഷൻ റേറ്റ് ഇവിടെ ഈ ഒരു എൻസൈം എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രമാത്രം എഫക്റ്റീവാണ് എൻസൈംസിൻ്റെ ആക്ഷൻ എന്നാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എഫിഷ്യൻസി ഓഫ് എൻസൈം ആക്ഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ എൻസൈമുകൾ ആക്ട് ചെയ്യുന്നത്, വാട്ട് ഈസ് ദി നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ, പിന്നെ അത് ഈ റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മെക്കാനിസം എന്താണ്, വാട്ട് ഇസ് ദ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, അപ്പോൾ എൻസൈം ആക്ഷൻ്റെ നാച്ചറും എൻസൈം ആക്ഷൻ്റെ മെക്കാനിസവുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലിസൺ, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എൻസൈം ആക്ഷൻ്റെ നാച്ചറാണ് പറയാൻ പോകുന്നത്. ലിസൺ, നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, എന്താണ് എൻസൈം ആക്ഷൻ്റെ നാച്ചർ എന്നുള്ളതാണ്. ഓക്കെ, നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, എങ്ങനെയാണ് എൻസൈമുകൾ ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ നാച്ചർ എന്താണ്? ഒരുപാട് മോഡലുകൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നാച്ചർ ഓഫ് എൻസൈം ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മോഡലുകളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലോക്ക് ആൻഡ് കീ മോഡലാണ്. എന്താണ്? ലോക്ക് ആൻഡ് കീ മോഡൽ. ലോക്ക് ആൻഡ് കീ മോഡൽ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ എമിൽ ഫിഷർ. ആരാണിത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? എമിൽ ഫിഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോക്ക് ആൻഡ് കീ മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇൻ 1894. 1894 ലോക്ക് ആൻഡ് കീ മോഡൽ എന്ത് ചെയ്യുന്നത്? പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ലോക്ക് ആൻഡ് കീ മോഡൽ. രണ്ടാമത്തെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫോം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ഏതാണ്? ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ഒന്ന് ലോക്ക് ആൻഡ് കീ മോഡൽ ആണെങ്കിൽ രണ്ടാമത്തത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ ഓഫ് എൻസൈം ആക്ഷൻ ആണ്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാനിയൽ കോഷ്ലാൻഡ്. ആരാണ്? ഡാനിയൽ കോഷ്ലാൻഡ് ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഡാനിയൽ കോഷ്ലാൻഡ് ഇൻ ദി ഇയർ 1958. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും പറയുന്നത് എൻസൈം ആക്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എൻസൈം ആക്ഷൻ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചേ, നോക്കിയേ, ഇവിടെ ഒന്നാമത്തെ മോഡൽ ലോക്ക് ആൻഡ് കീ മോഡൽ. എമിൽ ഫിഷർ പറഞ്ഞ ലോക്ക് ആൻഡ് കീ മോഡലിൽ പറയുന്നത് ദാറ്റ് ഈസ് ഡിസ്ക്രൈബിങ് അബൌട്ട് ദി സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ. എൻസൈം ആക്ഷൻ്റെ സ്പെസിഫിസിറ്റിയാണ് ഇവിടെ ലോക്ക് ആൻഡ് കീ മോഡലിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് ഇൻ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിൽ പറയുന്നത് ദി സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ഓഫ് എൻസൈം ഡ്യൂറിങ് എൻസൈം ആക്ഷൻ. ഒരു എൻസൈം ആക്ഷൻ നടക്കുമ്പോൾ എൻസൈമിൻ്റെ സ്ട്രക്ചറിൽ സംഭവിക്കുന്ന വ്യത്യാസത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു മോഡൽ ഓഫ് എൻസൈം ആക്ഷൻ, നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മോഡ് ഓഫ് എൻസൈം ആക്ഷൻ. അപ്പോൾ ഇവിടെ 3 സ്റ്റെപ്പുകളായിട്ട് ഞാനിവിടെ എൻസൈം ആക്ഷൻ പറയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു എൻസൈം ഇതാണ് എൻസൈം എന്ന് വിചാരിച്ചോ. ഈ എൻസൈമിൻ്റെ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടാവും. ഇത് ആക്റ്റീവ് സൈറ്റാണ്, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റാണ് അല്ലേ. കെമിക്കലി ആക്റ്റീവ് പോക്കറ്റുകളാണ് ആക്റ്റീവ് സൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് സൈറ്റിലേക്കാണ് ഒരു സബ്സ്ട്രേറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സബ്സ്ട്രേറ്റ്സ് ആർ ബൈൻഡിങ് ടു ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഈ ഒരു ആക്റ്റീവ് സൈറ്റിലേക്കാണ്. അപ്പോൾ നോക്കി, നമ്മൾ ഇതിന് പറ്റിയിട്ടുള്ള ഇതിൻ്റെ സ്ട്രക്ചറോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് വരികയാണ്. ഇതാണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇത് എൻസൈമാണ്. എൻസൈംസ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ഇ. ഇറ്റ് ഈസ് സബ്സ്ട്രേറ്റ് അല്ലേ, നമുക്ക് എസ് എന്ന് വിളിക്കാം, എസ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ സബ്സ്ട്രേറ്റ്സ് ആർ ബൈൻഡിങ് ടു ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. ഈ സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്? ബൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് ലോക്ക് ആൻഡ് കീ മോഡലിൻ്റെ പ്രത്യേകത. ഹിയർ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു കീ ഉണ്ടോ, ഒരു കീനെ പോലെയാണ്. ഇവിടെ എൻസൈം എന്ന് പറയുന്നത് ലോക്കാണ്.
അപ്പോൾ ലോക്ക് ആൻഡ് കീ മോഡലിൽ സബ്സ്ട്രേറ്റ് കീയും എൻസൈം ലോക്കുമാണ്. ഒരു ലോക്കിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കീ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ എൻസൈമിൻ്റെ സ്പെസിഫിസിറ്റിയാണ് ഈ ലോക്ക് ആൻഡ് കീ മോഡലിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ അടുത്ത് വരുന്നു, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദി സബ്സ്ട്രേറ്റ് വിൽ ഇൻഡ്യൂസ് ദി എൻസൈം. സബ്സ്ട്രേറ്റ് എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചേഞ്ച്, ടു ആൾട്ടർ ദി ഷേപ്പ് ഓഫ് എൻസൈം സ്ലൈറ്റ്ലി. എൻസൈമിൻ്റെ ഷേപ്പ് ഈ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈമിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റും. ടു ടൈറ്റ്ലി ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണത്? ഈ എൻസൈമിന് സബ്സ്ട്രേറ്റുമായിട്ട് ടൈറ്റായിട്ട് ഫിറ്റ് ആവാൻ വേണ്ടി ബൈൻഡ് ചെയ്യുന്നത്, വളരെ ഫിറ്റായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈം അതിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റും. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ അല്ലേ? The substrate binding of substrate to the active site of enzyme, it will induce the enzyme, inducing the enzyme to tightly bind with substrate by changing, by altering the shape of enzyme slightly. അല്ലേ? അതായത് സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൻ്റെ ആക്റ്റീവ് പോക്കറ്റിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് അത് എൻസൈമിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എൻസൈം ചെറുതായിട്ട് ഷേപ്പ് മാറ്റി സബ്സ്ട്രേറ്റുമായിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ദേ വിൽ ഫോം എൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അങ്ങനെ ഇവരൊരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നമുക്ക് ES എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? Substrate binds to the active site of enzyme. It induces the enzyme to change its shape slightly to tightly fit with the substrate, and it will form enzyme substrate complex. Okay ആണോ? ഓക്കെ. ഇനി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ നോക്കിയേ. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്തു അല്ലേ? ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ട്രേറ്റ് കയറി കുത്തിരിക്കുന്നത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലാണ്. ആ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് കെമിക്കലി ആക്റ്റീവ് ആക്കിയിട്ടുള്ള പോക്കറ്റുകളാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ കെമിക്കലി ആക്റ്റീവായിട്ടുള്ള ഈ പോക്കറ്റുകൾ, അതായത് ആക്റ്റീവ് സൈറ്റുകൾ, അതിന് ഈ ആക്റ്റീവ് സൈറ്റിന് സബ്സ്ട്രേറ്റുമായിട്ട് വളരെ ക്ലോസ് പ്രോക്സിമിറ്റി ആണുള്ളത്. അത് മാത്രമല്ല ഇത് കെമിക്കലി ആക്റ്റീവാണ്. സോ ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ദേ വിൽ ബ്രേക്ക് ഡൗൺ ദിസ് ബോണ്ട്, കെമിക്കൽ ബോണ്ട്സ് ഓഫ് ദി സബ്സ്ട്രേറ്റ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വെച്ചിട്ട് സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ ബോണ്ടുകളൊക്കെ പൊട്ടിച്ച് കളയും. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ ബോണ്ടൊക്കെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. and it is converting into enzyme substrate complex എന്ന് പറയുന്ന രൂപത്തിൽ നിന്ന് ആ കെമിക്കൽ ബോണ്ടുകളൊക്കെ പൊട്ടിച്ചതിന് ശേഷം this complex is converting into enzyme product complex. ഇത് enzyme substrate complex എന്ന് പറയുന്ന രൂപത്തിൽ നിന്ന് മാറിയിട്ട് that is converting into enzyme product complex ആയി മാറുന്നു. എന്തായിട്ട് മാറുന്നു? enzyme product complex. So the enzyme substrate complex is converted into enzyme product complex EP enzyme product complex. Okay, അപ്പോൾ enzyme substrate complex നെ enzyme product complex ആക്കി മാറ്റി. ഇനി അടുത്തതെന്താ ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നു എന്നല്ലേ അർത്ഥം. ഒരു റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടായി എന്നല്ല അർത്ഥം. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ആ പ്രോഡക്റ്റിനെ എൻസൈം റിലീസ് ചെയ്യും. എൻസൈം റിലീസസ് ദി പ്രോഡക്റ്റ്. നോക്കിയേ, എൻസൈം റിലീസസ് ദി പ്രോഡക്റ്റ്. എൻസൈം പ്രോഡക്റ്റിൻ്റെ മുകളിൽ നിന്ന് ഊരിപ്പോരുന്നു. നോക്കിയതാ, എൻസൈം റിലീസസ് ദി പ്രോഡക്റ്റ്. അപ്പോൾ എൻസൈം എന്തായി? എൻസൈം ഫ്രീ ആയി അല്ലേ? enzyme releases the product. Now the enzyme is ready to bind with another substrate. അടുത്ത സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇനി എൻസൈം റെഡിയാണ്. എൻസൈമിന് ഒരു മാറ്റവും ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല, പ്രോഡക്റ്റ് ഉണ്ടാക്കി അല്ലേ? ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്.
അപ്പോൾ ഇനി എൻസൈം ഫ്രീ ആയി, ആ എൻസൈം പോകുന്നു, അടുത്ത സബ്സ്ട്രേറ്റ് വരുന്നു, എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, എൻസൈം പ്രോഡക്റ്റ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു, സബ്സ്ട്രേറ്റിന് കെമിക്കൽ ബോണ്ടൊക്കെ പൊട്ടിക്കുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആക്കി മാറ്റുന്നു, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിൽ നിന്ന് എൻസൈം റിലീസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് വേറെ ആവുന്നു, എൻസൈം വീണ്ടും ഫ്രീ ആവുന്നു, അങ്ങനെ 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 അടുത്ത സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇറ്റ് പ്രൊസീഡ് ദി കാറ്റലൈറ്റിക് സൈക്കിൾ. ഇങ്ങനെയാണ് ആ കാറ്റലറ്റിക് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നോക്കി, ഇതാണ് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. എൻസൈം ആക്ഷൻ്റെ നാച്ചുറാണ് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ വൺസ് അഗെയിൻ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റും തമ്മിലുള്ള ബൈൻഡിങ് ആണ്. സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻഡ്യൂസസ് ദി എൻസൈം ടു ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് സ്ലൈറ്റ്ലി ആൻഡ് ടൈറ്റ്ലി ബോണ്ട് വിത്ത് എൻസൈം സബ്സ്ട്രേറ്റ് ടു ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. In the enzyme substrate complex, the chemical bond of the substrates are broken by the active site of enzyme and it is converting into enzyme product complex. So from enzyme product complex, then from enzyme product complex, enzyme releases the product. Now the enzyme is ready to bind with another substrate and it continue the catalytic cycle. Okay, ഇതാണ് അപ്പോൾ എൻസൈം ആക്ഷൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 2 മോഡലുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ, ലോക്ക് ആൻഡ് കീ മോഡലും ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത്, ഇവിടെ നമ്മൾ എൻസൈം ആക്ഷൻ്റെ നാച്ചറാണ് പറഞ്ഞതെങ്കിൽ വാട്ട് ഈസ് ദി മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ? എന്താണ് എൻസൈം ആക്ഷൻ്റെ മെക്കാനിസം? എങ്ങനെയാണ് ഈ എൻസൈമുകൾ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത്? അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. ലിസൺ, mechanism of enzyme action. Okay, mechanism. Okay, what is the mechanism of enzyme action? എന്താണ് എൻസൈം ആക്ഷൻ്റെ മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് ഒരു എൻസൈം റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത് എന്നതിന് ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ബൈ ഡിക്രീസിങ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ. എങ്ങനെയാണ് എങ്ങനെയാണ് എൻസൈമുകൾ കാറ്റലൈസ് ചെയ്യുന്നത്? ബൈ ഡിക്രീസിങ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറക്കുക. എന്ത് കുറക്കുക? ആക്ടിവേഷൻ എനർജി കുറക്കുക. ബൈ ഡിക്രീസിങ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ. അപ്പം എന്താ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ദെൻ വാട്ട് യു മീൻ ബൈ ആക്ടിവേഷൻ എനർജി? ആക്ടിവേഷൻ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി given to the substrate to hold a chemical reaction. എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ട്രേറ്റ്സ് ആർ കൺവേർട്ടിങ് ഇൻ ടു പ്രോഡക്റ്റ്. സബ്സ്ട്രേറ്റ്സിനെ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം, അല്ലേ? ഏതൊരു സബ്സ്ട്രേറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു മിനിമം എനർജി ഉണ്ടായിരിക്കും, കുറച്ചൊരു എനർജി എല്ലാ സബ്സ്ട്രേറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ഈ എനർജി വെച്ചുകൊണ്ട് ഈ സബ്സ്ട്രേറ്റിന് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ പറ്റൂല, റിയാക്ഷൻ നടത്താൻ പറ്റൂല. കുറച്ചുകൂടി ഒരു എനർജി നമ്മൾ ഈ സബ്സ്ട്രേറ്റിന് കൊടുക്കേണ്ടി വരും. ആ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുക. സോ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദി അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി ഗിവൺ ടു ദി സബ്സ്ട്രേറ്റ് ടു ഹെൽഡ് എ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി കുറക്കുക എന്നുള്ളതാണ് എൻസൈമുകൾ ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ സ്പീഡിൽ എന്ത് ചെയ്യും? നടക്കും. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഈ ഒരു മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ്റെ മെക്കാനിസം വി ക്യാൻ എക്സ്പ്ലെയിൻ ദി മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ബൈ ദി ഹെൽപ്പ് ഓഫ് എ ഗ്രാഫ്. ഓക്കെ, ഒരു ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ലിസൺ. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ റിയാക്ഷൻ്റെ പ്രോഗ്രസ് ആണ്. ഇവിടെ റിയാക്ഷൻ പ്രോഗ്രസ് ഓഫ് എ റിയാക്ഷൻ ആണ് എക്സ് ആക്സിസിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. വൈ ആക്സിസിൽ ഞാൻ എടുക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ,
ഇപ്പോൾ റിയാക്ഷൻ്റെ പ്രോഗ്രസ് ഒരു ഭാഗത്ത് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പറഞ്ഞു ഇവിടെ റിയാക്ഷൻ നടക്കാൻ പോവാണ് അല്ലേ, റിയാക്ഷൻ നടക്കുകയാണ്. എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ട്രേറ്റ്സ് ആർ കൺവേർട്ടിങ് ഇൻ ടു പ്രോഡക്റ്റ്. സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കി, സബ്സ്ട്രേറ്റ്, ഇതിവിടെ സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റ് റിയാക്ഷൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ് സബ്സ്ട്രേറ്റിന്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതൊരു സബ്സ്ട്രേറ്റിനും ഒരു മിനിമം എനർജി, മിനിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ഇത് അവരുടെ മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. അങ്ങനെയുള്ള സബ്സ്ട്രേറ്റ്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുകയാണ് ഇവിടെ. റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ ഓക്കെ, ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള റിയാക്ഷൻ. ശ്രദ്ധിച്ചോണേ. ഓക്കെ, ലിസൺ. ഇനി ഇതേ കെമിക്കൽ റിയാക്ഷൻ തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി പ്രസൻറ്റ് ചെയ്യണം. ഇവിടെ സബ്സ്ട്രേറ്റ്സ് ഉണ്ട്. സബ്സ്ട്രേറ്റ്സ് ആർ കൺവേർട്ടിംഗ് ടു ഫോം പ്രോഡക്റ്റ്. ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് പി. ഓക്കെ, ശ്രദ്ധിച്ചോ, ലിസൺ. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റിന് നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കേണ്ട എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. ഓക്കെ, സോ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദി അഡീഷണൽ എനർജി ഗിവൺ ടു ദി സബ്സ്ട്രേറ്റ് ടു ഹെൽഡ് എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. അപ്പോൾ നോർമലി ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള എനർജി ആർക്ക് കൊടുത്തിരിക്കണം? സബ്സ്ട്രേറ്റിന് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജിക്ക് മറ്റൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം എനർജി ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി. നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്താ ആക്ടിവേഷൻ എനർജി? ഇറ്റ് ഈസ് ദി അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി ഗിവൺ ടു ദി സബ്സ്ട്രേറ്റ് ടു ഹെൽഡ് എ റിയാക്ഷൻ അല്ലേ. അഡീഷണൽ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം എനർജി ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി. ദെൻ വാട്ട് യു മീൻ ബൈ ട്രാൻസിഷൻ സ്റ്റേറ്റ്? അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ട്രാൻസിഷൻ സ്റ്റേറ്റ്? ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ എനർജി ബട്ട് ടെമ്പററി സ്റ്റേറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ എനർജി ടെമ്പററി സ്റ്റേറ്റ് ആണ്, ഫ്രം വിച്ച് ദി സബ്സ്ട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. സബ്സ്ട്രേറ്റുകൾ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്, സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ആ സബ്സ്ട്രേറ്റ് എപ്പോഴാണ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക? ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഹൈ എനർജി സ്റ്റേറ്റ് ഉണ്ട്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അഡീഷണൽ എനർജി ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ, ആക്ടിവേഷൻ എനർജി കൊടുക്കുന്നതൊക്കെ ഈ സബ്സ്ട്രേറ്റിനെ എവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്? ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ട്രാൻസിഷൻ സ്റ്റേറ്റ്? ഇറ്റ് ഈസ് എ ഹൈ എനർജി ബട്ട് ടെമ്പററി സ്റ്റേറ്റ്. ഹൈ എനർജി സ്റ്റേറ്റ് ആണ്, പക്ഷേ ടെമ്പററി ആണ്, കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് സബ്സ്ട്രേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അത് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് സബ്സ്ട്രേറ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം അല്ലേ. അങ്ങനെ നമുക്ക് ആരെ പറയാം? ആക്ടിവേഷൻ എനർജിയെ നമുക്ക് പറയാം, ആക്ടിവേഷൻ എനർജി അല്ലേ. ഇപ്പം ആക്ടിവേഷൻ എനർജിക്ക് നമുക്ക് രണ്ട് ഡെഫിനിഷൻ കിട്ടി. ഒന്നെന്താണ്? ഇറ്റ് ഈസ് അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി ഗിവൺ ടു ദി സബ്സ്ട്രേറ്റ് ടു ഹെൽഡ് എ റിയാക്ഷൻ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം എനർജി ഓഫ് സബ്സ്ട്രേറ്റ് ഇവിടെ ശ്രദ്ധിക്കുക, ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി. അപ്പോൾ ഈ എനർജി മുതൽ ഈ സ്റ്റേറ്റ് വരെ എത്തിക്കാൻ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇവിടെ രണ്ട് പ്ലോട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഒന്ന്, ഈ ഒന്നാമത് കാണിച്ചിട്ടുള്ള ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത് ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ വിത്തൗട്ട് ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എൻസൈം ഇല്ലാത്തപ്പോൾ, എൻസൈമിൻ്റെ ആബ്സെൻസിൽ നമ്മൾ ഒരു സബ്സ്ട്രേറ്റിന് കൊടുക്കേണ്ട ആക്ടിവേഷൻ എനർജിയാണ് ഇത്ര കൂടുതൽ. പക്ഷേ ഇതേ റിയാക്ഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് എൻ എൻസൈം, ഒരു എൻസൈമിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും ആക്ടിവേഷൻ എനർജി കൊടുത്താൽ മതി. ഇതാണ് ആക്ടിവേഷൻ എനർജി ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം. എൻസൈമിൻ്റെ പ്രസൻസിൽ
എൻസൈമിൻ്റെ പ്രസൻസിൽ നമ്മൾ കൊടുക്കേണ്ട ആക്ടിവേഷൻ എനർജി ഇത്ര കുറവാണ്. ഇപ്പം എൻസൈം ഉള്ളപ്പോൾ പെട്ടെന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തും. ട്രാൻസിഷൻ സ്റ്റേറ്റ് വളരെ താഴ്ത്തി കൊടുക്കുന്നുണ്ട് എൻസൈം. ആക്ടിവേഷൻ എനർജി വളരെ കുറച്ച് കൊടുക്കുന്നുണ്ട് എൻസൈമുകൾ. ഓക്കെ, അതാണ് എൻസൈം ഉള്ളപ്പോൾ വളരെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കാനുള്ള കാരണം. എന്തുകൊണ്ട് എൻസൈം ഉള്ളപ്പോൾ ആക്ടിവേഷൻ എനർജി വളരെ കുറച്ച് മതി? നമുക്കറിയാം എൻസൈം വിൽ ബ്രേക്ക് ദി കെമിക്കൽ ബോണ്ട് ഓഫ് ദി സബ്സ്ട്രേറ്റ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വെച്ചിട്ട് എൻസൈമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ട് പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ ഈ ആക്ടിവേഷൻ എനർജി കൊടുക്കുന്നത് മൊത്തം എന്തിനാ? ഇവരുടെ ഒക്കെ ഈ കെമിക്കൽ ബോണ്ടൊക്കെ പൊട്ടിച്ചാലല്ലേ നമുക്ക് അവരെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. എൻസൈം ഓൾറെഡി ആ കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ, എൻസൈം ഓൾറെഡി ആ കെമിക്കൽ ബോണ്ടൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ആക്ടിവേഷൻ എനർജി കൊടുത്തോളുന്നില്ല. അപ്പോൾ ഇതാണ് എൻസൈം ആക്ഷൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എൻസൈം വിൽ ലോവർ ദി ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ. എൻസൈം ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറക്കുന്നു അല്ലേ. ഇറ്റ് ബ്രിങ് ദി ട്രാൻസിഷൻ സ്റ്റേറ്റ് ഡൗൺ. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ വളരെ അടുത്താക്കി കൊടുക്കുന്നു. ആക്ടിവേഷൻ എനർജി കുറച്ച് കൊടുക്കുന്നു എൻസൈം ഉള്ളപ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. ഇതാണ് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. So once again, how enzyme is catalyzing a reaction by decreasing the activation energy of a reaction. What is activation energy of a reaction? It is the additional energy given to the substrate to hold a chemical reaction, or it is the difference between minimum energy of substrate and transition state energy. Okay, in the presence of enzyme, it will decreases the activation energy and bring down the transition state. What is transition state? എന്താണ് transition state എന്ന് പറഞ്ഞാൽ? It is a high energy but temporary state from which the substrates or reactants are converting into product. ഓക്കെ, ഇതാണ് അപ്പോൾ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇഫ് the energy level of product is below that of substrate. ഇവിടെ പ്രോഡക്റ്റിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിനേക്കാൾ ബിലോ ആണെങ്കിൽ then the reaction is exothermic. അങ്ങനെയാണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഓൾറെഡി ഒരു സബ്സ്ട്രേറ്റിന് വെച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, പ്രോഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ അത്ര പോലും എനർജി പ്രോഡക്റ്റിന് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനർജി ഈസ് റിലീസ്ഡ്, എനർജി ലോസ് ചെയ്തു എന്നല്ലേ. അതിനർത്ഥം റിയാക്ഷൻ ഈസ് എക്സോതെർമിക് എന്നാണ് അല്ലേ. എന്നാൽ മറ്റൊരു കാര്യം, ഇഫ് ദി എനർജി ലെവൽ ഓഫ് പ്രോഡക്റ്റ് ഈസ് എബവ് ദാറ്റ് ഓഫ് സബ്സ്ട്രേറ്റ്, സബ്സ്ട്രേറ്റിൻ്റെ മുകളിലാണ് പ്രോഡക്റ്റിൻ്റെ എനർജി ലെവലെങ്കിൽ ദാറ്റ് വിൽ ബി ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ അല്ലേ. എനർജി അബ്സോർബിങ് റിയാക്ഷൻ ആയിരിക്കും. എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, so whether the reaction is exothermic or endothermic, ഏത് ടൈപ്പ് ആണെങ്കിലും ശരി, സബ്സ്ട്രേറ്റ് ഷുഡ് പാസ് ത്രൂ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലൂടെ പോയാൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ? ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ പോയെങ്കിൽ മാത്രമേ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. അത് നമ്മൾ ഓർക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദി മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. ഇങ്ങനെയാണ് എൻസൈമുകൾ എന്ത് ചെയ്യുന്നത്? ഒരു റിയാക്ഷൻ്റെ റേറ്റ് ആൾട്ടർ ചെയ്യുന്നത്, റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രാഫിൽ ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ റിയാക്ഷൻ്റെ പ്രോഗ്രസ്സും വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സബ്സ്ട്രേറ്റ് നമ്മളൊരു മിനിമം എനർജി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്ലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് റിയാക്ഷൻ വിത്തൗട്ട് എൻസൈം ആണ്, രണ്ടാമത്തെ റിയാക്ഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം ആണ്. റിയാക്ഷൻ വിത്തൗട്ട് എൻസൈം ആണെങ്കിൽ അതിലെ ആക്ടിവേഷൻ എനർജി ഇത്ര കൂടുതലുണ്ടായിരിക്കും. റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് എൻസൈം ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി വളരെ കുറച്ചിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ട്രാൻസിഷൻ സ്റ്റേറ്റ് വളരെ താഴെയായിരിക്കും. പ്രോഡക്റ്റ് പെട്ടെന്ന് ഫോം ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. അപ്പോൾ നാച്ചർ ഓഫ് എൻസൈം ആക്ഷനും മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷനും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ.